നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ ഒറ്റപ്പാലം ഭാഗത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടിനെയാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ വീടിന് ഉമ്മാർത്ത് ഈ കാണുന്ന രീതിക്കുള്ള നല്ല ഒരു കുളമുണ്ട്. ഏകദേശം ഒരു 15 സെൻറ്റോളം ഈ കുളം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല രീതിക്ക് കുളിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു കുളത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. മൊത്തം വന്നിട്ട് 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലത്തിൽ വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. ഇതിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള വലിയൊരു വീടാണ് ഉള്ളത്. ഏകദേശം 113 വർഷം പഴക്കമുള്ള രീതിക്കുള്ള നല്ലൊരു വീടാണ് ഈ വീട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി. നല്ല രീതിക്കുള്ള താരട്ട റോഡാണ്. ഇതിൽ നല്ല രീതിയിലുള്ള ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഗേറ്റിൻ്റെ അകത്ത് കയറി പോണത് നമുക്ക് മാത്രമുള്ള വഴിയാണ്. ഈ ഗേറ്റിൽ കൂടെ കുറച്ചും കൂടി ഉള്ളിൽ പോയി വടത്തോട്ട് തിരിഞ്ഞ ആളാണ് നമ്മുടെ പ്രോപ്പർട്ടി എത്തുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തിയുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ട്രഡീഷണലായിട്ട് നമുക്ക് താമസിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി ഒരു നല്ലൊരു ഐഡിയൽ പ്രോപ്പർട്ടിയാണ്. ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എംടി സ്ഥലം കൂടിയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മരങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും വെക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലം ധാരാളമുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യം ധാരാളം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള ഒരു ബോർവെൽ ഉണ്ട്. അതേപോലെ നല്ല രീതിയിലുള്ള 2 ഓപ്പൺ വെല്ലുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട രീതിയിലുള്ള പ്ലാവ്, മാവ് പറഞ്ഞ മരങ്ങളുണ്ട്. ഏകദേശം ഒരു 15-20ഓളം വന്നിട്ട് തെങ്ങുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ അകത്ത്. ഇത് വന്നിട്ട് ഒരു കിണറാണ്, പറ്റാത്ത കിണറാണ്. വർഷം ഫുള്ളും ധാരാളം വെള്ളമുണ്ട്. ഇതേപോലെ ഇനിയൊരു കിണറും കൂടി നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ അകത്തുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉമ്മാർത്ത് കാണുന്ന ഈ പച്ചപ്പുള്ളുകളായിട്ട് കാണുന്ന ഈ ഫുള്ളും നമ്മളുടെ സ്ഥലത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ്. മൊത്തം വന്നിട്ട് 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ അകത്ത് ഉള്ളത്. അതിൽ മൊത്തം വന്നിട്ട് 85 സെൻറ്റ് പറമ്പും ബാലൻസ് 130 സെൻറ്റ് സ്ഥലം വന്നിട്ട് നിലം പറഞ്ഞ കാറ്റഗറിയിലാണ് നമുക്ക് ഉള്ളത്. അതായത് വലിയൊരു ഫാമിലി ആയിട്ട് താമസിക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഈ പ്രോപ്പർട്ടി നല്ല ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. മൊത്തം വന്നിട്ട് 6 ബെഡ്റൂമുള്ള വലിയൊരു വീടാണ് ഈ വീട്. അതേ സമയത്ത് നമുക്കത് കൂടാതെ റിസോർട്ടായിട്ട് ഉപയോഗിക്കുക എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഈ പ്രോപ്പർട്ടി റിസോർട്ടായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ആയുർവേദിക് ഹോസ്പിറ്റൽ വയ്ക്കുക എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഈ പ്രോപ്പർട്ടി ബെസ്റ്റായിരിക്കും. ചിലർ ഹോം സ്റ്റേ ഒക്കെ ചെയ്യുക എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഈ പ്രോപ്പർട്ടി ബെസ്റ്റായിരിക്കും. നമ്മുടെ ഒറ്റപ്പാലം ഭാഗത്ത് വാണിയംകുളം ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഏത് വണ്ടിക്കും വരാൻ പറ്റിയ രീതിയിലുള്ള റോഡ് സൗകര്യങ്ങളൊക്കെ ധാരാളം ഉള്ള പ്രോപ്പർട്ടിയാണ്. അതുമാത്രമല്ല ഈ പ്രോപ്പർട്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. എല്ലാവരുടെയും പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി വരുന്ന ആൾക്കാർക്ക് അഡീഷണലായിട്ട് ചെയ്യണമെന്നുള്ള സംഭവങ്ങളും ഒന്നും ഉണ്ടായില്ല. അത്യാവശ്യം കുറച്ച് വേണ്ട രീതിയിലുള്ള ഫർണിച്ചറോ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ കയറി വന്ന വഴിക്ക് സിറ്റ് ഔട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു ഹാളുണ്ട്. മുകളിലൊക്കെ വന്നിട്ട് നല്ല രീതിയിലുള്ള കഴുക്കോളൊക്കെ ഇട്ട് വെച്ച് മുകളിൽ വാർപ്പാണത്. നമ്മുടെ ഹാള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിനെ ചേർന്ന പോലെ ഒരു കുളിക്കാൻ പറ്റിയ ഒരു കുളിമുറി ഒന്നുണ്ട്. ഒരു കുളിമുറി ഇവിടെ ഒന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ജനല്, വാതില് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് തേക്ക് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു വരാണ്ടയാണ്. ഇവിടെ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സിറ്റ് ഔട്ടും കാര്യങ്ങളും എല്ലതും ഉള്ളതാണ്. വീടിൻ്റെ ഉമ്മാർത്ത് ഇരുന്നാൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, നമ്മളുടെ പരിസരത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മളുടെ ഏരിയ ഫുള്ളും നമുക്ക് വന്നിട്ട് കാണാൻ കഴിയും. ഇത് വന്നിട്ട് ഒരു ഡൈനിങ് ഏരിയയാണ്. നല്ല രീതിയിലുള്ള സ്പേസീസ് ആയിട്ടാണ് ഉള്ളത്. താഴെ ഭാഗം നിലത്തൊക്കെ വന്നിട്ട് ഈ ചുവന്ന കാവി അടിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്, ഡീസൻ്റ് ആയിട്ടുണ്ട്. ആർക്കും ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. ഈ സൈഡിൽ കൂടെ വരുമ്പോൾ ഇവിടെ ചെറിയ റൂമും കൂടി ഉള്ളതാണ്. ഈ പ്രോപ്പർട്ടി ഫുള്ളും ചെയ്തത് വെട്ടുകളിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മതിലൊക്കെ കാണുമ്പോൾ നല്ല വീതി ഉണ്ടാകും. ഇത് വന്നിട്ട് വേറെ ഒരു ബെഡ്റൂമാണ്. മുകളിലൊക്കെ നല്ല രീതിയിലുള്ള കഴുക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്.
ഈ ജനലിൻ്റെ ഒരു വീതി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വീതി കൂടിയ മതിലൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടി. എല്ലാ ഡോർസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും ഫുൾ ആൻഡ് ഫുൾ ട്രഡീഷണൽ മോഡലാണ് ഉള്ളത്. ഇത് വന്നിട്ട് പൂജാമുറിയാണ്. ഇത് വേറൊരു റൂമാണ്. ഈ റൂമിന് ചേർന്നുള്ള ഉള്ളിലോട്ട് ഒരു അറ്റാച്ച് ബാത്റൂമും കൂടി ഉള്ളതാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് നമ്മുടെ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉണ്ടാകുക. പിന്നെ വള്ളുവണ്ണാട് ഹോസ്പിറ്റലിൽ നിന്നും PK ദാസ് ഹോസ്പിറ്റലിൽ നിന്നും നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഏകദേശം ഒരു 5.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉണ്ടാകുക. അതേപോലെ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് ഈ പ്രോപ്പർട്ടിക്ക് ഏകദേശം ഒരു 40 to 42 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. NSS കോളേജ് ഒറ്റപ്പാലത്തേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ കാണും ഇവിടുന്ന് ഡിസ്റ്റൻസ്. ഈ ഭാഗത്ത് ഒരുപാട് റൂംസും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഇത് വന്ന് നമ്മുടെ കിച്ചൺ ഏരിയയാണ്. അത്യാവശ്യം വീതി കൂടിയ നല്ല ഒരു കിച്ചൺ ഭാഗമാണത്. ഇതിൻ്റെ മുകൾ വശം മച്ചിയൊന്നും വന്നിട്ടില്ല. അതിൻ്റെ മേലെ വശം നല്ല രീതിയിലുള്ള ഓട് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. വലിയ വീടാണ്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ സ്ക്വയർ ഫീറ്റ്. മൊത്തം ഒന്ന് സ്ഥലം വന്നിട്ട് 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഈ വീട് നിൽക്കുന്നതിൻ്റെ മുൻവശം വന്നിട്ട് ധാരാളം എംപ്റ്റി സ്പേസ് ഉള്ളതുകൊണ്ട് അവിടെ ഏതൊരു കൃഷി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള മരങ്ങളൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊരു പർപ്പസിനും നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സ്ഥല സൗകര്യം ധാരാളമുണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ അവിടെ വെള്ളത്തിൻ്റെ സൗകര്യം 2 ഓപ്പൺ വെല്ലുണ്ട്, കൂടാതെ ഒരു ബോർവെൽ ഉണ്ട്. വെള്ളത്തിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. താഴെ ഭാഗം 3 ബെഡ്റൂം ഉള്ളതാണ്. അതേപോലെ നമുക്ക് സ്റ്റെപ്പ് കയറി മേലെ കയറി കഴിഞ്ഞാൽ അവിടെയും 3 ബെഡ്റൂം ഉള്ളതാണ്. ഇതാണ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ കൂടെയുള്ള ഹാൻഡ് റെയിൽസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള മരത്തിൽ ചെയ്ത വർക്കാണ്. ഇതൊക്കെ ഒരുപാട് പഴക്കമുണ്ട്. 113 വർഷം പഴക്കമുള്ള വീടാണ് ഈ വീട്. മുകളിലൊക്കെ നല്ല രീതിക്കുള്ള കോൺക്രീറ്റിലാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം ഉള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലും ഇതിൻ്റെ ഫ്ലോറൊക്കെ വന്നിട്ട് RC തന്നെയാണ്. ഇത് വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മുകൾ വശത്തിലാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുകൾ വശത്തുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ മുകളിൽ വന്നിട്ട് നല്ല രീതിയിലുള്ള മരപ്പണികളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സ്ഥല സൗകര്യമുണ്ട്. ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇത് മുകൾ വശത്തുള്ള 3ാമത്തെ ഒരു ബെഡ്റൂമാണ്. ഇത് വന്നിട്ട് ഈ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ്. ഇത്രയ്ക്കും ധാരാളം സ്പേസീസ് ആയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അതേപോലെ ഈ ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും കയറാൻ പറ്റിയ രീതിക്കുള്ള നല്ല രീതിക്കുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളും വല്ലതും ഉണ്ട്. അവിടെയും ട്രഡീഷണൽ മോഡലിൽ ഫുള്ളി ഈ മച്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഓടും കാര്യങ്ങളും എല്ലതും വരുന്നത്. പഴയ പഴക്കമുള്ള ഒരു ട്രഡീഷണൽ ഹൗസാണ് ഇത്. മൊത്തം വന്നിട്ട് 2 ഏക്കർ 15 സെൻറ്റ് സ്ഥലം. നല്ല രീതിക്കുള്ള എംപ്റ്റി സ്പേസ് ധാരാളം ഉള്ള സ്ഥലമാണ്. നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്.
നല്ല രീതിക്കുള്ള വറ്റാത്തൊരു കുളമുണ്ട്. അത്യാവശ്യം ഒരു 10-20 തെങ്ങുകൾ ധാരാളമുണ്ട്. സോ ഒരു പഴയ ഒരു മോഡലിൽ നല്ല രീതിക്ക് താമസിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. തൊട്ടടുത്ത് അത്യാവശ്യം വീടുകളുണ്ട്. ഒരുപാട് വീടുകൾ കാര്യമില്ല, അത്യാവശ്യം കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഹോം സ്റ്റേക്ക് ഇതൊന്ന് ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൂടാതെ ആയുർവേദിക് ഹോസ്പിറ്റൽ വയ്ക്കുക എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്കും ഇതൊന്ന് ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. റിസോർട്ട് പണിയാ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഈ പ്രോപ്പർട്ടി ബെസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 2 CR ആണ്, 2 കോടി രൂപ. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസ് ഒന്ന് ചെറിയൊരു നെഗോഷ്യബിളും കൂടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. ഞങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യം ഉള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.